സെവൻത്ത് ഡേ ഫിലിം കണ്ടിട്ടുണ്ടോ? അതിൽ ഒരു ഡയലോഗുണ്ട്, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. കാരണം ഇവരെല്ലാവരും ജീവിതത്തിൽ തോറ്റുപോയവരാണ്. അങ്ങനത്തെ ഒരു ഡയലോഗുണ്ട്. എനിക്ക് സംഭവം കൃത്യമായിട്ട് പറയാൻ അറിയില്ല, എന്നാലും പോട്ടെ. ശരിക്കും ആ ഡയലോഗ് ഭയങ്കര എന്താ കുറേ കാര്യങ്ങൾ അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ഡയലോഗിൽ സംഭവം ഇത്രേ ഉള്ളൂ. ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോയി എന്ന് കരുതുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ തോറ്റിട്ടില്ലാട്ടാ. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വിജയം നിങ്ങളുടെ തൊട്ട് മുമ്പിലുണ്ട്. കീപ് ക്ലൈംബ് യുവർ ഡ്രീംസ്. വേഗം പോവുക, സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരുക. കിട്ടിയിരിക്കും, ഷുവറാണ്. ഒരു തടസ്സം ഉണ്ടാവില്ല. 10, 11, 20 തവണ തോറ്റിട്ട് തന്നെയാണ് എല്ലാവരും വിജയത്തിലേക്ക് കടന്നിട്ടുള്ളത്. എവറസ്റ്റ് മല കയറിയ ആൾ ഒരിക്കലും ഒരു തവണ കൊണ്ടല്ല കയറിയത്. ചിലപ്പോൾ അവൻ ഒരു 15 പ്രാവശ്യം തോറ്റിട്ടുണ്ടാവും, ചിലപ്പോൾ അവൻ ഒരു 3 പ്രാവശ്യങ്ങളും തോറ്റിട്ടുണ്ടാവും. പക്ഷെ അവൻ 4ാമത്തെ തവണ അവൻ എങ്ങനെ വിജയിക്കേണ്ടതെന്ന് അവൻ തോറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പഠിച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ വായിച്ചറിഞ്ഞാണ്. ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ വീഡിയോയിൽ ഇന്നലെ അങ്ങനത്തെ ഒരു ടച്ചായിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചെറിയ ചെറിയ ചിന്തകളായിട്ടാണ് നമ്മൾ ഇന്നും തുടങ്ങാറ്. ഇനി മുതൽ അങ്ങനെ തുടങ്ങാം. ചെറിയ ചെറിയ ചിന്തകളും ചെറിയൊരു ടോപ്പിക്കുകളായിട്ടൊക്കെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നും നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനത്തെ പറയുന്നതാണ് ഇഷ്ടം എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ വീഡിയോയുടെ ചെറിയൊരു ഇൻട്രോ മാത്രം പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല മിക്സ് ഫ്രൂട്ട് പുളിശ്ശേരിയാണ്. പുളിശ്ശേരിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? സംഭവത്തെ വീഡിയോ കണ്ടുതരോ, സംഭവം പൊളിയായിരിക്കും. കുറച്ച് ചുവന്നുള്ളി വേണം, അതായത് ചെറിയുള്ളി വേണം, പിന്നെ വെളുത്തുള്ളി വേണം, പിന്നെ ജീരകം വേണം, ഉലുവ വേണം, പിന്നെ പെപ്പർ കോൺ വേണം. പെപ്പർ കോൺ എന്ന് പറഞ്ഞാൽ ഹോൾ പെപ്പർ കേട്ടോ. ഹോൾ പെപ്പർ കുറച്ച് നമുക്ക് വേണം അരയ്ക്കാനായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, ജിഞ്ചർ, പിന്നെന്താ, അതെ വെളുത്തുള്ളി വേണം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മിക്സ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ വേണ്ടത് നമുക്ക് 2 മസാല എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് നമ്മളതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് പരിചയപ്പെട്ടാൽ കുറച്ച് തേങ്ങയുടെ വെള്ളം വേണം കേട്ടോ, നമുക്ക് വെള്ളത്തിന് പകരം. പിന്നെ ഒരു 4-5 ചില്ലി 1/2 ചെയ്തത്. പിന്നെ കുറച്ച് കേട് വേണം കേട്ടോ. നമുക്ക് ഒരു പുളിശ്ശേരിക്ക് കേടില്ലാണ്ട് എന്ത് പുളിശ്ശേരി? അപ്പോൾ കേട് മസ്റ്റായിട്ട് വേണം. നമ്മുടെ ഫ്രൂട്ട്സ് സബർജില്ലി, പിന്നെ റംബൂട്ടാൻ, മുന്തിരി. ആഹാ, എന്ത് രസമായിരിക്കും അല്ലേ? പാത്രത്തിൽ കുറച്ച് അങ്ങോട്ട് ഒരു മിക്സിയിൽ അങ്ങോട്ട് തേങ്ങ ഇട്ടിട്ടുണ്ടല്ലോ. പാത്രത്തിൽ എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി, ക്ഷമിക്കണേട്ടാ. പിന്നെ 2 ചില്ലി, അതായത് 1/2 ചെയ്ത് 1നെ 2 2 ചില്ലി അങ്ങോട്ട് ആഡ് ചെയ്യാം. നല്ല എരിവ് അങ്ങോട്ട് ഇരിക്കട്ടെ ഏട്ടാ അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ട അടുത്ത ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീക്രട്സ് ഒന്നും സ്പെഷ്യലി ഇല്ല, കുറച്ച് ജീരകം ആഡ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ജീരകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, കുറച്ച് ഷാലറ്റ്സ് അങ്ങോട്ട് ഇട്ടോ, അതായത് നമ്മുടെ ചെറിയ ഉള്ളി, ആവശ്യത്തിന് ചെറിയ ഉള്ളി അങ്ങോട്ട് ഇടാം. ഒരു ചെറിയൊരു ടീസ്പൂൺ എടുക്കാം. പിന്നെ 3 അല്ലി വെളുത്തുള്ളി അങ്ങോട്ട് ആഡ് ചെയ്യാം. ഒരു 4-5 നീളത്തിലറിഞ്ഞ ജിഞ്ചർ അങ്ങോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഒരു 4-5 മതി, അധികം ആഡ് ചെയ്യണ്ട. ആ ഒരു മിക്സിന് ഒരു ഫ്ലേവർ പെട്ടെന്ന് പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പെപ്പർ അങ്ങോട്ട് ആഡ് ചെയ്യാം, ഹോൾ പെപ്പർ, അതായത് പൊടിക്കാത്ത ഉണ്ട പെപ്പറില്ലേ, അത് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്യാം. ഉലുവ പൊടി ആഡ് ചെയ്താലും കുഴപ്പമില്ല, എല്ലാം നല്ല ഒരു പ്രശ്നമില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് ഉലുവ ആഡ് ചെയ്തു. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇൻഗ്രീഡിയൻസ് ഒക്കെ തീർന്നുല്ലോ എന്ന്. ഇല്ല, തീർന്നിട്ടില്ല, സംഭവം ഇനിയുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി അങ്ങോട്ട് ആഡ് ചെയ്യുക. മഞ്ഞപ്പൊടി അങ്ങനെ ആഡ് ചെയ്തിട്ട് അടുത്തത് പിന്നെ മസാലയായിട്ട് ചേർക്കാനുള്ളത് കുറച്ച് മുളക് പൊടിയാണ്. മുളക് പൊടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാതി മസാലയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അതിനെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. ഇപ്പോഴും ബ്ലെൻഡ് ചെയ്യാൻ അങ്ങോട്ട് പൂർണ്ണതയായിട്ടില്ല, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് നമ്മൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ഒഴിച്ച് വേണം, വെറുതെ എന്തിനാണ് ടേസ്റ്റ് അറിയാൻ. കോക്കനട്ട് ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് കോക്കനട്ടിൻ്റെ വെള്ളം, തേങ്ങയുടെ വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു എന്താ പറയുക, ഒരു 1/2 ബൗൾ വെള്ളം മതി. പിന്നെ അതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ കേടൊഴിക്കുക. ടീസ്പൂൺ അല്ല, തെറ്റിപ്പോയി, ടേബിൾ സ്പൂൺ. ഒരു 3-4 ടേബിൾ സ്പൂൺ കേട് അങ്ങോട്ട് ഒഴിക്കുക.
അപ്പോൾ ഈ തേങ്ങ വെള്ളത്തിൽ ഇതും കിടന്ന് അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് പൊളി. നമുക്ക് ഫ്രൂട്ട്സ് വേവിക്കാമെന്നുള്ളതാണ്. അതിൽ ചെറിയൊരു ചട്ടി എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ അതിലിടുക. എന്നിട്ട് കുറച്ചൊന്ന് വേവിച്ച് നമുക്ക് എടുക്കണം. ഇതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അങ്ങനെ അത് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു 4 ചില്ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളക് 1/2 ചെയ്ത് അത് 1/2 ആക്കിയ കുറച്ച് പച്ചമുളക് അങ്ങനെ ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ വേണ്ട 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത്രയും മതി. ഫ്രൂട്ട്സൊക്കെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ആ ഫ്രൂട്ട്സൊക്കെ അങ്ങ് വേവിച്ചെടുക്കുക. നമ്മുടെ ഫ്രൂട്ട്സൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ അരയ്ക്കാനായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, അതിങ്ങനെ ഒരു ടീസ്പൂൺ ബൈ ടീസ്പൂൺ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സ്മെല്ല് വരും. ഇവൻ്റെ പൊന്നു മക്കളെ, പൊളിയാണ്, വേറെ ലെവൽ. അപ്പോൾ അത് കിടിലൻ സാധനമാണ് ഇത് കേട്ടോ. അടിപൊളി പുളിശ്ശേരിയാണ്. പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഇതാവണം നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് പുളിശ്ശേരി എന്നൊരു ഡയലോഗ് അങ്ങോട്ട് വെച്ചിക്കോ. തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കേടൊഴിക്കുക. കേടൊഴിച്ചാൽ നമ്മുടെ പുളിശ്ശേരി റെഡിയായി. ഇനി കാച്ചിയതും കൂടി അങ്ങോട്ട് മുകളിലേക്ക് ഒഴിച്ചാൽ മതി. സംഭവം കലക്കും. നല്ല വറ്റൽമുളകും കറിവേപ്പിലയും ഉലുവയും കടുകൊക്കെ ഇട്ടൊന്ന് കാച്ചി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സംഭവം റെഡി. ഇതേ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മിക്സഡ് ഫ്രൂട്ട് പുളിശ്ശേരി കേട്ടോ. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മനസ്സങ്ങോട്ട് നിറക്കി. സംഭവം പൊളിയാണ്. എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പം വേഗം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഗുഡ് ബൈ വേണ്ട. സോ ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.